ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ലാ വിശേഷങ്ങളുമായി കരോൾ ത്രേസ്യാമ അബ്രഹാം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ എറണാകുളത്ത് സന്ദർശനം നടത്തി. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോശ്രീ പാലത്തിൽ യുവ വോട്ടർമാർക്കായി സംഘടിപ്പിച്ച ബോധവത്കരണ പരിപാടിയിൽ ഗ്യാനേഷ് കുമാർ വിദ്യാർത്ഥികളോട് സംവദിച്ചു. യുവ വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ആകർഷിക്കുന്നതിനായി സ്വീപ് തയ്യാറാക്കിയ ജെൻസി തീം സോങ് അദ്ദേഹം അവതരിപ്പിച്ചു. കടൽപ്പായലുകളെ സംബന്ധിച്ച അന്താരാഷ്ട്ര സിമ്പോസിയം കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ നടന്നു. കടൽപ്പായൽ മേഖലയിലെ സഹകരണം വളർത്തുന്നതിനും അറിവ് പങ്കിടുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഔഷധങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, കൃഷി, ഭക്ഷ്യ സംസ്കരണം എന്നിവയുൾപ്പെടെ നിരവധി വ്യവസായ മേഖലകളിൽ വളരെയധികം സാധ്യതകളുള്ള പ്രകൃതി വിഭവമാണ് കടൽപ്പായലുകൾ. രാജ്യത്തും പുറത്തുനിന്നുമുള്ള ശാസ്ത്രജ്ഞർ, നയരൂപകർത്താക്കൾ, വ്യവസായ നേതാക്കൾ, ഗവേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗർഭാശയ ഗള അർബുദത്തെ പ്രതിരോധിക്കുന്നതിനുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി ഏഞ്ചൽ 2026 ഷീ ക്യാൻ മത്സരം സംഘടിപ്പിച്ചു. അന്തർദേശീയ വനിതാ ദിനത്തിന്റെയും ക്യാൻസർ ബോധവത്കരണ മാസാചരണത്തിന്റെയും ഭാഗമായി എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസ്, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്, NSS, ജെൻഡർ ഇക്വിറ്റി സെൽ എന്നിവർ സംയുക്തമായാണ് പരിപാടി നടത്തിയത്. വിജ്ഞാനപ്രദവും ആകർഷണീയവുമായ വിവിധ റൌണ്ടുകളിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്. മത്സരാർത്ഥികളുടെ അഭിരുചി, സാമൂഹിക പ്രതിബദ്ധത, ആശയവിനിമയ ശേഷി, ആരോഗ്യസ്ഥിതി, ജീവിതശൈലി എന്നിവ മത്സരത്തിൽ വിലയിരുത്തി. ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഹീമോഗ്ലോബിൻ പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ്, മെറ്റബോളിക് ഏജ് സ്ക്രീനിംഗ് എന്നിവ നടത്തി. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടന്ന പ്രശസ്തമായ മകം തൊഴലിന് 10,000 തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മകം തൊഴലിനോടനുബന്ധിച്ച് ചോറ്റാനിക്കര റോഡ് സ്റ്റേഷനിൽ റെയിൽവേ നിരവധി ട്രെയിനുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചു. ഭൂതത്താൻകെട്ടിൽ പെരിയാർ നദിയിലൂടെ നടത്തുന്ന ബോട്ട് സവാരി വീണ്ടും ആരംഭിച്ചു. വലുതും ചെറുതുമായ 7 ബോട്ടുകൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഏറെക്കാലം മുടങ്ങിക്കിടന്നിരുന്ന സർവീസ് പുനരാരംഭിച്ചത് വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബോട്ട് സവാരി നടത്താനാകും. ഭൂതത്താൻകെട്ട് ഞായപ്പള്ളി വഴി കുട്ടമ്പഴയ്ക്കും ഭൂതത്താൻകെട്ട് തട്ടേക്കാട് ഇഞ്ചത്തൊട്ടി വഴി നേരിമംഗലത്തേക്കുമാണ് യാത്ര. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം അളക്കുന്ന 2025 കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പട്ടികയിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഒന്നാമതെത്തി. കേരളത്തിലെ സർവകലാശാലകളുടെ വിഭാഗത്തിലാണ് കുസാറ്റ് ഈ നേട്ടം കൈവരിച്ചത്. കോളേജ് വിഭാഗത്തിൽ കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ഒന്നാം സ്ഥാനം നിലനിർത്തി. സൈബർ രംഗത്തെ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന പോലീസിന്റെ കിഡ് ഗ്ലൗ പദ്ധതിക്ക് എറണാകുളം റൂറലിൽ തുടക്കമായി. അങ്കമാലി വിശ്വജ്യോതി സ്കൂളിൽ നടന്ന ചടങ്ങ് റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിന്റെ ഉപയോഗം തടയുന്നതിനായി ആദായനികുതി വകുപ്പ് കൺട്രോൾ റൂം സ്ഥാപിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് സംസ്ഥാനത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധ്യതയുള്ളതോ അത്തരത്തിൽ സംശയിക്കപ്പെടുന്നതോ ആയ കണക്കിൽപ്പെടാത്ത പണം, സ്വർണം, വെള്ളി, വിലയേറിയ ലോഹങ്ങൾ, മറ്റ് വിലപിടിച്ച വസ്തുക്കൾ എന്നിവയുടെ നീക്കത്തെക്കുറിച്ച് ആദായനികുതി ഡയറക്ടറേറ്റ് കർശനമായ നിരീക്ഷണം നടത്തും. ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു.